ശ്രീ എൻ എം പിയേഴ്സൺ, ഇത്തവണയും കോടതി നടപടികളിലൂടെ മാനേജ്മെന്റുകൾ വിജയം നേടുകയും സർക്കാരിന്റെ മുന്നിൽ എത്തുകയും കരാറുണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് സർക്കാരിന് ഈ നിയമയുദ്ധവുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അവിടെ മാനേജ്മെന്റുകൾ നേട്ടം കൊയ്യുകയാണ് ഉണ്ടായത്. ഇനി അങ്ങോട്ട് പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണിത്. ഇപ്പോൾ UDF നടത്തുന്ന ഈ സമരം തന്നെ ഇത് എങ്ങനെ അവസാനിപ്പിക്കാൻ അവർക്ക് സാധിക്കും? ഫീസ് കുറച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് എങ്ങനെ ഉണ്ടാകും? അല്ല, UDF-ഉം LDF-ഉം തമ്മിലുള്ള സമരം രാഷ്ട്രീയ സമരമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം 50% സീറ്റും കൊള്ള ലാഭത്തിന് വിൽക്കുകയായിരുന്നു. അതിനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. അത് മറച്ചു വെച്ചിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഈ കൊല്ലവും 50% സീറ്റിലും ഇത്തരത്തിൽ 30 ലക്ഷം തലവിരി വാങ്ങി വലിയ തരത്തിൽ കച്ചവടം നടത്താനുള്ള ശ്രമം വളരെയധികം നടക്കുകയും വളരെയധികം വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ തെളിവെന്ന് പറഞ്ഞ് ഓരോ കോളേജിലും ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഡോക്ടർ ഫസൽ ഗഫൂറിനോട് ബഹുമാനത്തോട് പറയുകയാണ്, ഞാൻ കേസിന് പോയി, ഞങ്ങൾ 6 വിദ്യാർത്ഥികൾ ചെന്നു, ഞങ്ങളുടെ നീറ്റ് റാങ്ക് ഇതാണ്, ഞങ്ങളുടെ നീറ്റ് റാങ്ക് അട്ടിമറിച്ചിരിക്കുന്നു, കോടതി ഇക്കാര്യത്തിൽ പരിശോധിക്കണം. മാത്രമല്ല, ഈ ലിസ്റ്റിലുള്ളവർ മുഴുവൻ തലവിരി വാങ്ങി മാത്രം വന്നിരിക്കുന്നവരാണ്. ആ കോടതിയെ അവസാനം ചെയ്തത് എന്താണ് എന്ന് കേരളം ഞെട്ടലോടുകൂടി കേൾക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ 6 വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനായിട്ടുള്ള അനുവാദം കോടതി തന്നു. പക്ഷേ ഈ മെറിറ്റ് അട്ടിമറിച്ചിരിക്കുന്നതായിട്ടുള്ള ബോഗസ് ആയിട്ടുള്ള ലിസ്റ്റ് റദ്ദ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ പരാമർശം പോലും നടത്താണ്ട് കോടതി തയ്യാറായില്ല. അതിനുശേഷം വെച്ച കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ അവിടെ പോയി അവരുടെ ഡിഫക്ട്സ് റെക്ടിഫൈ ചെയ്ത് DD കൊടുത്ത് കോളേജിൽ ചേരുക. ഒക്ടോബർ 5-ന് മുമ്പ് അവർ ബാങ്ക് ഗ്യാരണ്ടി കൊണ്ടുപോയി കൊടുക്കുക. ഞങ്ങളെല്ലാം ഈ ബാങ്ക് ഗ്യാരണ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് മനസ്സിലായത് 44 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി വാങ്ങണമെന്ന് പറഞ്ഞാൽ 1 കോടി രൂപയുടെ സ്വത്ത് ബാങ്കിൽ പ്ലഡ്ജ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ 11 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ 33 ലക്ഷം കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ മെറിറ്റ്സിൽ അഡ്മിഷൻ നേടാൻ കഴിയുള്ളൂ. അത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കോടതിയോട് നമ്മൾ പറഞ്ഞു, ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് നേരിട്ടിരിക്കുന്നതെന്ന്. കോടതി ചെയ്തത് എന്താണ്? കേസിന് പോയ 5 വിദ്യാർത്ഥികൾക്ക് എതിരെ വലിയ പിഴയടച്ചു. 10,000 രൂപ അടക്കാനായിട്ട് പറഞ്ഞു. കോടതിയിൽ പരാതിയുമായി ചെയ്യുന്ന വിദ്യാർത്ഥികളെ ജയിലടക്കുന്നതായിട്ടുള്ള കോടതി നിലനിൽക്കുന്ന സംസ്ഥാനത്താണ് ജീവിക്കുന്നത്. ജുഡീഷ്യൽ ഗുണ്ടായിസം എന്നായിരിക്കും ഞാൻ പറയുന്നത്. ജഡ്ജിമാർക്ക് തലക്ക് വെളിച്ചം വേണം, എങ്കിൽ മാത്രമാണ് സമൂഹത്തിനകത്ത് പ്രകാശം പകരുകയുള്ളൂ. ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ ശരാശരിക്ക് താഴെ ഉള്ള മനുഷ്യരായി മാറിയാൽ അവരിൽ നിന്ന് വരുന്നതായിട്ടുള്ള വിധി എന്ന് പറയുന്നത് സമൂഹത്തിലേക്ക് ഇരുട്ട് പരത്തുന്നതായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. സ്വാശ്രയ വിധിയുടെ മുഴുവൻ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വലിയൊരു മാഫിയ ഗുണ്ട സംഘമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ വർഷത്തെ അഡ്വക്കേറ്റ് ജനറലിനെതിരെ MK ദാമോദരൻ വക്കീലിനെതിരെ വലിയ വിമർശനങ്ങൾ വരാറുണ്ട്. UDF സമരം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. UDF-ന്റെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന അഡ്വക്കേറ്റ് ദണ്ഡപാണിയാണ് ശ്രീനാരായണ കോളേജിന്റെ കേസ് വാദിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് SFI-ക്കാരെന്താ വിളിച്ചു പറയാത്തത്? SFI-ക്കാർ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ലേ? അതേപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലുള്ള മെറിറ്റ് എന്താണ് ഈ വർഷം? പരിയാരം മെഡിക്കൽ കോളേജ് ഡെപ്പോസിറ്റ് ഇല്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള ബാങ്ക് ഗ്യാരണ്ടി ഇല്ല. മാത്രമല്ല, വ്യക്തമായിട്ടുള്ള നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തിയിരിക്കുന്ന ഒരു SFI-ക്കാരനും ഒരു CPM-കാരനും ഈ കാര്യങ്ങൾ സംസാരിച്ചായിട്ട് ഞാൻ കേട്ടില്ല. മറ്റൊന്ന് എന്താണ്? ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ 85 സീറ്റും അവർ 4.4 ലക്ഷം രൂപക്കല്ലേ കൊടുക്കുന്നത്. 2 സീറ്റ് നിങ്ങളെടുക്ക്, 8.8 ലക്ഷം രൂപയ്ക്ക് ഒരു വിദ്യാർത്ഥി പഠിക്കട്ടെ, മറ്റേ വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് പഠിപ്പിച്ചൂടെ? ഇതൊരു കോമൺ സെൻസ് അല്ലേ? ഈ യുക്തി പോലും നിങ്ങൾക്ക് ആർക്കുമില്ലേ? എന്താണ് നിങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യൻ മാനേജ്മെന്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും നീതിപൂർവമായിട്ടുള്ള ഫീസ് സമീപനം തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. 2 വിദ്യാർത്ഥി എടുക്കുക, ഒരു വിദ്യാർത്ഥിയെ 1 രൂപയ്ക്ക് നിങ്ങൾ പഠിപ്പിക്കുക, മറ്റേ വിദ്യാർത്ഥിയിൽ നിന്ന് 8.8 ലക്ഷം രൂപ വാങ്ങിച്ചാൽ മതി. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 11 ലക്ഷം. എങ്ങനെ സംഭവിച്ചു രാജേഷേ? എങ്ങനെ സംഭവിച്ചു വിഷ്ണുരാജ്? നിങ്ങൾ എന്ത് ഇതൊക്കെ പഠിക്കാൻ? ഞാൻ ഇടപെടുകയാണ്. ആദ്യം ശ്രീ PC വിഷ്ണുനാഥിന്റെ മറുപടിയാണ്. ശ്രീ PC വിഷ്ണുനാഥ്, ഇതെല്ലാം ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്നാണ്. ഈ ബാങ്ക് ഗ്യാരണ്ടിയും ഒക്കെ കൊണ്ടുവന്ന് ഇതാകെ വഷളാക്കി. ഇപ്പോൾ നീറ്റ് മെറിറ്റിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും പ്രവേശനം നേടാൻ സാധിക്കില്ല. അവർ പാവം അവസാനം കൈമലർത്തി തിരികെ പോവുകയാണ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് എന്ന്. ഞാനിവിടെ കൃത്യമായി പറഞ്ഞല്ലോ, 45,000 ഫീസ്, അത് 206% വർദ്ധിപ്പിച്ചത് MA ബേബി ആണെന്ന് ഉത്തരവാദിത്വത്തോടുകൂടി മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ഞാൻ പറയുന്നു. TV രാജേഷിന് മറുപടി ഉണ്ടോ? ഞാൻ ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞൊരു കാര്യം ഞാൻ യോജിക്കുക. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയാണ്, അത് ധിക്കാരമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കൊളോക്കിയൽ മലബാറിൻ്റെ ലാംഗ്വേജാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കോടതി പൊയ്ക്കോളൂ, ഈ അമ്മയല്ല കോടതി പോകേണ്ടത്. ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കോടതി പോകേണ്ട സർക്കാർ ഹൈക്കോടതി തോറ്റപ്പോൾ സുപ്രീം കോടതി പോകണ്ടെന്ന് തീരുമാനിച്ചു. ഈ കോടതിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ജയിപ്പിച്ചത്.
30-ാം തീയതി തീരുമെന്ന് പറഞ്ഞു. പോയ സംസ്ഥാനങ്ങൾക്ക് 7-ാം തീയതി വരെ സമയം കൊടുത്തു, അവിടെ തീർന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, രാജേഷ് പറഞ്ഞു ഞങ്ങൾ പിന്നെ വലിയൊരു മാറ്റം വരുത്തി. നിങ്ങളെന്ത് മാറ്റം? കഴിഞ്ഞ കരാറിൽ ഇല്ലാത്ത എന്ന് പുതിയ ആനുകൂല്യം വന്നത്. കൂടുതൽ കോളേജ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 84 കോടി രൂപ അധികം കിട്ടും. അല്ലാതെ 8 ലക്ഷം 11 ആക്കിയതും 1.80 2.5 ആക്കിയതും അല്ലാതെ നിങ്ങൾ എന്ത് മാറ്റം വരുത്തിയത്? ആകർഷകമായിട്ട് നീതിയുക്തമായ എന്ത് പുതിയ കാര്യം കൊണ്ടുവന്നത്? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി പുറംവരവ്, മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ സംബന്ധിച്ച പുറംവരവ് നമ്മളെല്ലാം കേട്ടതല്ലേ. ഒരു കുട്ടിയോട് രക്ഷകർത്താവിനോട് മാനേജർ സംസാരിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടല്ലോ. 30 ലക്ഷമായിട്ട് ഇന്ന് 80 ലക്ഷത്തിന്റെ പാക്കേജാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. അത് ഫസൽ ഗഫൂറിന് അറിയാം, PS-നും അറിയാം, എനിക്കും അറിയാം, മഞ്ജുഷിനും അറിയാം, രാജേഷിനും അറിയാം. 80 ലക്ഷത്തിന്റെ പാക്കേജ്, 80 ലക്ഷം ഫീസ് വാങ്ങാൻ പണം വാങ്ങാൻ ഈ കരാറിൽ വ്യവസ്ഥയുണ്ടോ? കേരളത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. 1200 പരാതി ജെയിംസ് കമ്മിറ്റിക്കുണ്ട്. എന്താ പരാതി? ഗൗരവകരമായ ചോദ്യങ്ങൾക്ക് വിഷ്ണു മറുപടി നൽകിയിട്ടില്ല. രാജേഷിനെങ്കിലും മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിഹാരത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു. പരിഹാരത്തിന്റെ കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പരിഹാരം മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം LDF ഗവൺമെന്റിന് കൂത്തുപറമ്പിൽ രക്തസാക്ഷിയോട് നീതി പുലർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ അതിന് സാധ്യമായ അധികാരത്തിൽ വന്നപ്പോൾ ഓർഡിനൻസിലൂടെ ആ കോളേജ് ഏറ്റെടുത്തു. രണ്ടാമത് 2006 അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ സമഗ്രമായൊരു സ്വാശ്രയ നിയമം കൊണ്ടുവന്നു. പിന്നീട് സുപ്രീം കോടതി അത് റദ്ദാക്കി. ഈ ഗവൺമെൻറ് ഞങ്ങൾ വന്നു, ഒട്ടും സമയം കളഞ്ഞിട്ടില്ല. ഈ നിയമസഭയുടെ 2ാമത്തെ സമ്മേളനത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ കോളേജ് പൂർണ്ണമായും ഈ വർഷം പരിഹാരം എന്താകുമെന്നാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു ചോദ്യം എന്നാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം സമയമില്ല, തീർക്കാം. 27 സർക്കാർ സീറ്റിൽ 2.5 ലക്ഷമാണ് പരിഹാരത്ത്. കഴിഞ്ഞ തവണ ഇത് 1.5 ലക്ഷമായിരുന്നു. 35 മാനേജ്മെന്റ് സീറ്റിൽ 10 ലക്ഷമാണ്. കഴിഞ്ഞ തവണ 6.5 ലക്ഷം. 15 NRI സീറ്റിൽ 14 ലക്ഷമാണ് ഇത്തവണ പരിഹാരത്ത്. കഴിഞ്ഞ തവണ 12 ലക്ഷമായിരുന്നു. ഇത് ഈ വർഷം എങ്ങനെ ഇതിനെതിരെ SFI ശബ്ദമുയർത്തുമോ എന്നാണ് NM പിയേഴ്സൺ ചോദിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പരിഹാരം മെഡിക്കൽ കോളേജിൽ 5 വർഷമായിട്ട് ഒരു 10 പൈസ ഗവൺമെൻറ് എയ്ഡ് കൊടുക്കുന്നില്ല. LBSനെ പോലെ, IHRDയെ പോലെ, KPനെ പോലെ ഗവൺമെൻറ് ഏജൻസി നടത്തുന്ന കോളേജല്ല പരിഹാരം മെഡിക്കൽ കോളേജ്. അതുകൊണ്ടാണ് പരിഹാരത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് പറഞ്ഞ് ഞങ്ങൾ റീസണബിൾ ടൈം 5 വർഷം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് UDF ജനങ്ങളെ കബളിപ്പിച്ചു. ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇനി അടുത്ത കാര്യം, ഈ വിശ്വനാഥിന് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടല്ലോ. വിശ്വനാഥ് പറയുന്നു ഫീസിനെ കുറിച്ചാണ് വിശ്വനാഥ് പറയുന്നത്. ഏത് ഫീസിനെ കുറിച്ചാണ് വിശ്വനാഥ്? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷം 25,000 രൂപ കൊടുത്ത് പഠിക്കാൻ MES കോളേജിൽ കഴിഞ്ഞിരുന്നോ? ACCA കോളേജിൽ കഴിഞ്ഞിരുന്നോ? ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്നോ? മലബാർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്നോ? കാരക്കോണം കോളേജിൽ കഴിഞ്ഞിരുന്നോ? ഇപ്പം കഴിയും. അതാണ് വ്യത്യാസം. ഞങ്ങൾക്കറിയാം ഇവിടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ശ്രീ PS പറഞ്ഞ വളരെ പ്രസക്തമാണ്. തീർച്ചയായും ഈ ഗവൺമെൻറ് നമ്മുടെ സ്വാശ്രയ കോളേജിൽ സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ ഒരു സമഗ്രമായ നിയമത്തിൻ്റെ സാധ്യത പരിശോധിക്കും. കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന നിയമം. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് അവധാനതയില്ല. ഞാൻ വിശ്വനാഥനോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിലായിരുന്നില്ല വിശ്വനാഥ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും ഒരു MP ഒരു കേന്ദ്ര നിയമത്തിന് വേണ്ടി കേരളത്തിൽ ഒരു MP ഒരു കോൺഗ്രസ് MP ഒരിക്കലെങ്കിലും പാർലമെന്റിൽ ശബ്ദം ഉയർത്തിയോ? ശിവൻ AK ആന്റണി എന്ന പ്രതിരോധ മന്ത്രി ആയിരുന്നില്ലേ? നിങ്ങൾക്ക് നിയമം കൊണ്ടുവരാൻ സുവർണാവസരം ഉണ്ടായിരുന്നില്ലേ? കേന്ദ്രത്തിൽ നീതി വന്നതുകൊണ്ട് മാത്രം ആ ചോദ്യം കേൾക്കൂ. എന്താണ് വിഷ്ണു പറയൂ. വിഷ്ണുവിന്റെ ചോദ്യം അല്ല, ചോദ്യം അവിടെ എത്താൻ താമസിക്കുന്നു. 250 സീറ്റ് 25,000 രൂപയ്ക്ക് പഠിക്കാം വേണ്ടെന്ന് വെച്ചില്ലേ? 7 സീറ്റ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഇന്റർ ചർച്ച് കൗൺസിലിന്റെ അടുത്ത് 4 ലക്ഷം അല്ലേ? പിന്നെ 7 മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എത്ര ഫീസ്? 8 ലക്ഷം. പിന്നെ തോന്നിയ പോലെ ആയിരുന്നില്ല ഫീസ്. ഇത് മാറ്റി. ഇപ്പൊ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷം സർക്കാരിന്റെ ഏകപക്ഷീയമായ ഇന്റർ ചർച്ച് പ്രീണനത്തിൽ പ്രതിഷേധിച്ച് വിട്ടുപോയ 7 കോളേജുകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അതാണ് വിജയം. ഈ ലോധ കമ്മീഷന്റെ മുൻപാകെ ലോധ കമ്മിറ്റിക്ക് മുൻപാകെ ഒരു ഉറപ്പ് കൊടുത്തിരുന്നെങ്കിൽ 25,000 രൂപയ്ക്ക് പഠിക്കാൻ കഴിയുമായിരുന്ന 250 നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.